ഒരു കാളയുടെയും ഒരു തവളയുടെയും കഥ കേട്ടാലോ? കാളയും തവളയും. ഒരു കുളക്കരയിൽ കുറേ തവളക്കുഞ്ഞുങ്ങൾ ചാടിക്കളിച്ച് നടക്കുകയായിരുന്നു. ഒരുപാട് തവളക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരു കാള അവിടെ എത്തി. അവൻ എന്ത് ചെയ്തെന്നോ? അവൻ അവിടെയെല്ലാം മേഞ്ഞു നടന്നു. തവളക്കുഞ്ഞുങ്ങളെയെല്ലാം അവൻ ചവിട്ടിക്കൊന്നു. ഒരു തവളക്കുഞ്ഞു മാത്രം രക്ഷപ്പെട്ടു. അയ്യോ, എന്തൊരു കഷ്ടമാണ്! രക്ഷപ്പെട്ട തവളക്കുഞ്ഞ് ചാടി ചാടി അതിൻ്റെ അമ്മയുടെ അടുത്തെത്തി. അവൻ വിതുമ്പിക്കരഞ്ഞു. തൻ്റെ സഹോദരികളെയും സഹോദരന്മാരെയും എല്ലാം ഒരു ഭീകര ജന്തു ചവിട്ടിക്കൊന്നുവെന്ന് അവൻ അമ്മത്തവളയെ അറിയിച്ചു. തവളക്കുഞ്ഞിനെ അറിയില്ലല്ലോ അതൊരു വലിയ കാളയാണെന്ന്. അത് പറഞ്ഞത് ഒരു ഭീകര ജന്തു ചവിട്ടിക്കൊന്നു എന്നാണ്. അപ്പോൾ അമ്മത്തവള എന്ത് പറഞ്ഞു? ആഹാ, എങ്കിൽ അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അമ്മത്തവള കാളയോട് യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ കുഞ്ഞിത്തവള പറഞ്ഞു, അതൊരു വലിയ മൃഗമാണ്, അതിനെ ഒന്നും ചെയ്യാൻ അമ്മയ്ക്ക് പറ്റില്ല. കുട്ടിത്തവള അമ്മത്തവളയെ ഉപദേശിച്ചു. പക്ഷേ അമ്മത്തവള കുട്ടിത്തവളയുടെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അമ്മത്തവള എന്ത് ചെയ്തെന്നോ? അമ്മത്തവള തൻ്റെ ശരീരം വലുതാക്കി വായു നിറച്ച ഒരു ബലൂൺ പോലെ തവളയുടെ ഉടൽ വീർത്തു. കുട്ടിത്തവളയ്ക്ക് അത് കണ്ടപ്പോൾ ഭയം തോന്നി. അമ്മത്തവളയുടെ വയർ പൊട്ടിപ്പോയാലോ? അവൻ അമ്മത്തവളയെ തടഞ്ഞു. അമ്മ എത്ര വലുതായാലും ആ മൃഗത്തിൻ്റെ വലിപ്പം വരികയില്ല. കുട്ടിത്തവള അമ്മത്തവളക്ക് താക്കീത് നൽകി. അമ്മത്തവള കുട്ടിത്തവളയുടെ വാക്കുകൾ കേൾക്കാതെ പിന്നെയും പിന്നെയും വായു ഉള്ളിലേക്ക് വലിച്ച് ശരീരം വീർപ്പിച്ചു. വാരിയെല്ലുകളില്ലാത്ത ദേഹമാണല്ലോ തവളയുടേത്. തവള കുറെ കൂടെ വീർത്തു. പക്ഷേ പെട്ടെന്നാണത് സംഭവിച്ചത്. അമ്മത്തവളയുടെ ശരീരം ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ആ കുട്ടിത്തവള പറയുന്നത് അനുസരിച്ചിരുന്നെങ്കിൽ അമ്മത്തവളയ്ക്ക് ഒരിക്കലും ഈ ഗതി വരില്ലായിരുന്നു. ഇതിലെന്താണ് ഗുണപാഠം? പറയുന്നത് കുട്ടികളാണെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ മുതിർന്നവർക്ക് അനുസരിക്കാം.